Hello dear students, welcome back to EduValley 2.0. നാളത്തെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് വേണ്ടി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 36 ഷുവർ ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിൽ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളാണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഈ 36 എണ്ണത്തിലും ഏത് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം ആ ചാപ്റ്റർ നോക്കുക, വേഗം പോയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടതെല്ലാം ഈ ഒരു 36 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കുണ്ട്. ഒരു പാസ് ആവാനും ഡബിൾ പാസ് ആവാനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞവരും അല്ലെങ്കിൽ പകുതി പഠിച്ചിട്ടുള്ളൂ 75% ഒക്കെ ഓക്കെ ആയവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 5-6 മാർക്കിൻ്റെ അതുപോലെ 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, കാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഗോൾ ഓറിയന്റഡ് ആണ്, ഓൾ പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. ദെൻ സ്റ്റേറ്റ്സ് ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് 4 ഫങ്ഷൻസ്. 3 ലെവലുകളാണുള്ളത്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ എന്തൊക്കെയാണ് ചെയ്യുക? ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക, പോളിസി ഫ്രെയിം ചെയ്യുക, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. മിഡിൽ ലെവലിൽ എന്താ ചെയ്യുക? പ്ലാൻ ചെയ്യുക, ആക്ടിവിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുക, റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കുക, ഓപ്പറേഷൻ ലെവലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലോവർ ലെവലുകാർ എന്താ ചെയ്യുക? അസൈൻമെന്റ് വർക്ക്, ടേക്ക് കറക്റ്റീവ് ആക്ഷൻ, ജോബ് ട്രെയിനിങ് കൊടുക്കുക. വർക്കേഴ്സിൻ്റെയും മിഡിൽ ലെവലിൻ്റെയും ഇടയിലുള്ള ഒരു ലിങ്കാണ് ആര്? ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ 3 എണ്ണത്തിൻ്റെയും എന്ത് പഠിക്കുക? ഫങ്ഷൻസ് പഠിക്കുക. 4 എണ്ണം എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 4 എണ്ണം കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ആണ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും കോർഡിനേഷൻ്റെ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ? എഫിഷ്യൻസി ഉണ്ട്, ഡിഫറൻഷിയേഷൻ ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. എളുപ്പമുള്ളതാണ് 8 എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി. എന്താ ഡിവിഷൻ ഓഫ് വർക്ക്? വലിയ ജോബിനെ സ്മോൾ ടാസ്ക് ആക്കി മാറ്റാം. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഗീവ് ഓർഡർ, റൈറ്റ് ടു ഗീവ് ഓർഡർ ആണ്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പെർഫോമൻസ് സപ്ലൈഡ് ബൈ ദ സബോർഡിനേറ്റ്സ്, അല്ലേ? ദെൻ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താ? ഒബീഡിയൻസ് ടു ദ അതോറിറ്റി. അതോറിറ്റി എന്താണോ പറഞ്ഞത് അത് അനുസരണയോടെ ചെയ്യുന്ന ഒബീഡിയൻസ് ആണ് ഡിസിപ്ലിൻ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരാളിൽ നിന്ന് മാത്രം കമാൻഡ് സ്വീകരിക്കുക. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്ലാനിലേക്ക്, 1 ഹെഡ് ആൻഡ് 1 പ്ലാനിലേക്കാണ് ആര് പോകേണ്ടത്? കംപ്ലീറ്റ് ആൾക്കാർ പോകേണ്ടത്. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുക. ഇറ്റ് ഷുഡ് ബി ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റബിൾ, റീസണബിൾ ആയിരിക്കണം, അല്ലേ? സ്കോളാർ ചെയ്യുന്ന പറഞ്ഞാൽ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ് ആണ്. എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ ഒരു ലൈനിൽ കൂടിയാണ് പാസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും എമർജൻസീസ് ഒക്കെ വന്നാൽ നമുക്ക് ഈ ഒഫീഷ്യൽ ലൈനിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഗാങ് പ്ലാൻ. ഓർഡർ എന്ന് പറഞ്ഞാൽ എവ്രിതിങ് ഹാവ് എ പ്ലേസ്. എല്ലാത്തിനും ഒരു പ്ലേസ് വേണം. ആ പ്ലേസിൽ തന്നെ നമ്മൾ അത് എടുത്തു വെക്കുകയും വേണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. അതായത് എല്ലാ സബോർഡിനേറ്റ്സും ഇൻ ദ വ്യൂ ഓഫ് മാനേജ്മെന്റ് ഓൾ ആർ ഈക്വൽ. ഓക്കെ, പാർഷ്യാലിറ്റി പാടില്ല. അങ്ങനെ 8 എണ്ണം കേട്ടോ. എക്സ്പ്ലെയിൻ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെന്റ്. ഇവിടെ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഫസ്റ്റ് പഠിക്കുന്ന ടെക്നിക്ക് ഇതിൽ അവർ എഴുതിയിട്ടില്ല, പക്ഷേ ഫസ്റ്റ് പഠിക്കുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. പിന്നീട് സ്റ്റാൻഡേർഡ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വെച്ചാൽ 2 സെക്ഷനായി തിരിക്കുന്നു, പ്ലാനിങ്ങും എക്സിക്യൂഷനുമായി തിരിക്കുന്നു. 2ലും 4 വീതം ആൾക്കാർ നിയമിക്കുന്നു. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ വെച്ചാൽ, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ചാൽ പുട്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ വർക്ക്സ്. സിംപ്ലിഫിക്കേഷൻ വെച്ചാൽ എന്തെങ്കിലും അൺനെസസറി ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുക. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാക്ടിക് സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഡിഫറെൻറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഇതിൻ്റെ ഒക്കെ ഓരോന്നും എന്താണെന്നുള്ളത് ഒരു ലൈൻ അറിയണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്, വേഗം പോയി നോക്കുക. 10 ഗോൾഡൻ ടോപ്പിക്സ് കേട്ടോ അതിലേക്ക് എടുക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈ ദ ത്രെഡ്സ്, ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്, കോപ്പിംഗ് വിത്ത് ദ ചേഞ്ചസ്, പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ അസിസ്റ്റ് ചെയ്യുന്നു. ദെൻ ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്, എക്കണോമിക്, സോഷ്യലി, ടെക്നോളജിക്കലി, ലീഗൽ ആൻഡ് പൊളിറ്റിക്കലി. ദെൻ എന്താണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ്? ഏതൊക്കെയാണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പ്ലാനിങ് പ്രീമിസസ് സെറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്, ഇവാലുവേറ്റ് ചെയ്യുക, സെലക്ടിങ് ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. കേട്ടോ. ദെൻ 5 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്? റിജിഡിറ്റി ആണ്, ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ വർക്ക് ആവില്ല, എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഒരു പ്ലാനിങ്ങും നമുക്ക് സക്സസിലേക്ക് ഗ്യാരണ്ടി അല്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് പഠിക്കണം. 2 കാറ്റഗറിയിലാണുള്ളത്, സിംഗിൾ യൂസ് പ്ലാനും അതുപോലെ സ്റ്റാൻഡിങ് പ്ലാനും. സിംഗിൾ യൂസിലുള്ളത് പ്രോഗ്രാം, ബഡ്ജറ്റ്, പ്രൊജക്ട്
ഒക്കെയാണ്. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് വെച്ചാൽ കുറേ ഫോർ എ പീരീഡ് ഓഫ് ടൈമിനുണ്ടാവും ഒബ്ജക്റ്റീവ്സും പോളിസിയും പ്രൊസീജിയറൊക്കെ. ബാക്കിയൊക്കെ ഒരൊറ്റ യൂസിനേ ഉണ്ടാവുള്ളൂ അല്ലേ. ദെൻ 4 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. മെറിറ്റ് എന്താ? സ്പെഷ്യലൈസേഷൻ കിട്ടുന്നു, കൺട്രോളാണ്, കോർഡിനേഷൻ, പ്രോഫിറ്റ്, കോസ്റ്റ് റിഡക്ഷൻ, ട്രെയിനിങ് ഈസി ആക്കുന്നു. ഡിമെറിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, കോർഡിനേഷൻ്റെ പ്രോബ്ലം വരാം, കോൺഫ്ലിക്റ്റ് വരാം, ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ ആവാം. ഓക്കെ, അതുപോലെ ഡിവിഷണൽ സ്ട്രക്ചറിൽ സ്കില്ല് വരും, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ക്വിക്ക് ഡിസിഷൻ, എക്സ്പാൻഷൻ, ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിലും കൂടി കോൺഫ്ലിക്റ്റ് വരാനും കോസ്റ്റ് കൂടാനും അതോറിറ്റി ഹാർംഫുൾ ആവാനും ചാൻസസ് ഉണ്ട്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോമൽ ആൻഡ് ഇൻഫോമൽ. ഫോമൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചർ ഓൺ പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഫങ്ഷൻ, അതുപോലെ ഒക്യുപ്പേഷന് സ്പെഷ്യലൈസേഷനാണ്, എക്കണോമിക്കലാണ്, സിമ്പിൾ സ്ട്രക്ചറാണ്, കോർഡിനേഷൻ ചെയ്യാനൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ഡിവിഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ, അവിടെ എന്താ പറയുക, പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷനാണ്, എക്സ്പെൻസീവാണ്, കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ഇവിടെ നമുക്ക് ഡിവിഷൻ ഈസിയാണ്, അതായത് കോർഡിനേഷൻ ഈസിയാണ്. ദെൻ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, റിമെയിൻ സൂപ്പർവൈസർ ഉണ്ടാവും, റെഡ്യൂസ് ദ ബർഡൻ ഓഫ് മാനേജർ. ഡീസെൻട്രലൈസേഷൻ വെച്ചാൽ ടോട്ടലിസ്റ്റിക് ആണ്, ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, പിന്നെ ഓപ്ഷണലാണ്. അങ്ങനെയൊക്കെ നമ്മളിതിന് ഡിഫറൻസ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ വേഗം പോയി നോക്കുക. അതിൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ ഡിഫറൻസും ഉണ്ട്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കേണ്ട എല്ലാ ഡിഫറൻസും വിത്ത് ആൻസർ വഴി മിസ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കാം കേട്ടോ. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കാം. മാൻ പവർ റിക്വയർമെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് കൊടുത്തു, അതിനുശേഷം ട്രെയിനിങ് കൊടുത്തു, പെർഫോമൻസ് നോക്കി, പ്രൊമോഷൻ കൊടുത്തിട്ട് കോമ്പൻസേഷൻ കൊടുത്തു. ഏതെങ്കിലും 8 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഓൺ ടെലിവിഷൻ, അഡ്വർടൈസ്മെൻറ്റ്, വെബ് പബ്ലിഷിംഗ്. 3 എണ്ണം ആഡുമായി ബന്ധപ്പെട്ടതാണ്. വെബ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. വെറും അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറയാം. അഡ്വർടൈസ്മെൻറ്റ് ഓൺ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ടിവിയുടെ ഇടയിൽ ഇങ്ങനെ എഴുതി കാണിച്ചപ്പോൾ 3 എണ്ണം അപ്പം തന്നെ കിട്ടി. ദെൻ പിന്നീട് നിങ്ങളുള്ളത് പഠിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട ടൈപ്പ് നോക്കുക. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പേര് കൊടുക്കില്ലേ, ക്യാമ്പസ് ഇൻ്റർവ്യൂ. കാരണം എന്താ, ക്യാമ്പസിൽ പോയി സെലക്ട് ചെയ്യുക. അപ്പോൾ 2 എണ്ണം, അപ്പോൾ അങ്ങനെ 5 എണ്ണം കിട്ടി. പിന്നെ എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷനും ലേബർ കോൺട്രാക്ടറൊക്കെ ഒരു ഘട്ടമാക്കി പഠിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റൊക്കെ കമ്പനി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു 9 എണ്ണം അങ്ങനെയും പോയി. ഓക്കെ, ദെൻ എനി 4 ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ഉണ്ട്. ഓൺ ദയിൽ എന്താ അപ്രന്റീസ്ഷിപ്പ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ആൻഡ് ജോബ് റൊട്ടേഷൻ. ഓഫ് ദ ജോബ് ട്രെയിനിൽ ക്ലാസ് റൂം ലെക്ചർ, ഫിലിംസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബിൾ ട്രെയിനിങ്. ഓക്കെ, 4 എണ്ണം വെച്ചിട്ട് അതിൽ നോക്കുക. ദെൻ ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് മണിയിൽ ഏതൊക്കെയാണ്? പേ ആൻഡ് അലവൻസും, ബോണസും, കമ്മീഷനും, പ്രോഫിറ്റ് ഷെയറിങ്ങും, പെർക്വിസിറ്റ്സ്, അതുപോലെ തന്നെ പെൻഷൻ ബെനിഫിറ്റ്സ് ഒക്കെ ഫിനാൻഷ്യലാണ്. നോൺ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഓർഗനൈസേഷൻ, ക്ലൈമറ്റ്, ജോബ് പാർട്ടിസിപ്പേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, സെക്യൂരിറ്റി കൊടുക്കുക അല്ലേ, അതൊക്കെ പൈസ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന കുറേ ഇൻസെൻറ്റീവ്സ് ആണ്. ആ ഇൻസെൻറ്റീവ്സ് ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മൾ ഈ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനാണ് കേട്ടോ. മാസ്ലോസ് നീഡ് ഹൈറാർക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയിൽ വരുന്നത് സൈക്കോളജിക്കൽ നീഡാണ്. ദെൻ സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, അതുപോലെ തന്നെ എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പഠിക്കുക. നമുക്ക് നെറ്റ്വർക്ക് ഉള്ളത് ഫോമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വരുന്നത് സിംഗിൾ ചെയിൻ, വീല്, സർക്കുലർ, ഫ്രീ ഫ്ലോ, അതുപോലെ തന്നെ ഇൻവേർട്ടഡ്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് നമുക്ക് 4 എണ്ണം ഉണ്ട്. സിമെൻറ്റിക്, സൈക്കോളജിക്കൽ, ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ. സിമെൻറ്റിക്സ് എന്ന് വെച്ചാൽ എൻകോഡിങ് ഡീകോഡിങ് വരുന്ന സമയത്തുള്ള ഇഷ്യൂസ് ആണ്. ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ്, ഫോൾട്ടി ട്രാൻസ്ലേഷൻ, സിമ്പിൾ വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്, അൺക്ലാരിഫൈഡ് അസംഷൻസ് ഒക്കെ നോക്കുക. 4 എണ്ണം. സൈക്കോളജിക്കലി ലാക്ക് ഓഫ് അറ്റൻഷൻ, പ്രീമച്വർ വാലുവേഷൻ, പുവർ റിറ്റൻഷൻ. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, റൂൾസ്, സ്റ്റാറ്റസ്, പോളിസി അതൊക്കെ. പേഴ്സണൽ എന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻറ്റ് ഇല്ലാതാവുക, ഫിയർ ഓഫ് ചാലഞ്ചസ്, നോട്ട് വില്ലിങ് ടു വർക്ക്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ്. ദെൻ കൺട്രോളിങ്ങിൻ്റെ 5 പ്രോസസ്സുകളുണ്ട്. ടെസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ്, മെഷർമെൻറ്റ്, കമ്പാരിസൺ, അനലൈസ് ചെയ്യുക, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. 3 ഫൈനാൻസിങ് ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 എണ്ണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ അസറ്റിൽ പൈസ കൊണ്ടുപോയിടാം. ഫൈനാൻസ് ഡിസിഷൻ എന്ന് വെച്ചാൽ ഏതൊക്കെ സമയത്ത് നമുക്ക് ഫണ്ട് കിട്ടും. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതിക്കണം. ഓക്കെ, ദെൻ ഡിവിഡൻഡ് ഡിസിഷൻസിൻ്റെ ഫാക്ടേഴ്സ്, എമൗണ്ട് ഓഫ് ഏർണിംഗ്, സ്റ്റേബിൾ ഓഫ് ഏർണിംഗ്, ക്യാഷ് ഫ്ലോ, അതുപോലെ ടാക്സേഷൻ പോളിസി, ഗ്രോത്ത്, അതൊക്കെ 6 എണ്ണം കേട്ടോ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ,
14 എണ്ണത്തോളം ടെക്സ്റ്റിലുണ്ട്. ഒരു 8 എണ്ണം എങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഞാൻ പറഞ്ഞിട്ടെ. കൺട്രോളിംഗ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അതുപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതൊക്കെ നമുക്ക് അതിൽ എഴുതാം. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റലും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റലും ഏകദേശം സെയിം ആണ്. നേച്ചർ ഓഫ് ബിസിനസ്സസ് കണ്ടാക്കാം, രണ്ടിലും നേച്ചർ ഓഫ് ബിസിനസ്സും ബിസിനസ് സൈക്കിളും ഒക്കെ നമുക്ക് എഴുതാം. സീസണൽ ഫാക്ടേഴ്സും ഗ്രോത്തും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ നമുക്ക് എഴുതാം കേട്ടോ. ദെൻ മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, മിസ്സിട്ട ഡിഫറൻസസ് മാത്രമുള്ള വീഡിയോ തൊട്ട് താഴും. ഡിഫറൻസസും A+ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എല്ലാ ഡിഫറൻസസും പറയുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുക, ഗ്യാതറിങ്, അനലൈസിങ് ഇൻഫോർമേഷൻ. ദെൻ ഇതിന് ഓർഡർ വേണമെന്നൊന്നുമില്ല. പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക, സ്റ്റാൻഡേർഡ് കൊടുക്കുക, പാക്കിംഗ് കൊടുക്കുക, ലാബലിംഗ് കൊടുക്കുക, പ്രൈസിങ്, പ്രൊമോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ഒക്കെ അതിൽ പോകും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ യൂസ്. ഡ്യൂറബിലിറ്റിയിൽ ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, സർവീസസ്. യൂസ് ഓഫ് ഗുഡ്സിൽ കൺസ്യൂമറിൽ തന്നെ കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ നമുക്ക് പലതരം റോ മെറ്റീരിയൽസ് വാങ്ങാം, ഇൻസ്റ്റാളേഷൻ, അങ്ങനെ പോകുന്നു കേട്ടോ. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഓഫ് എ പ്രോഡക്റ്റ്. അവിടെ നമുക്ക് ഒബ്ജക്റ്റ്, കോസ്റ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോള്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, അതൊക്കെ നമുക്ക് ആ ഫാക്ടേഴ്സിലേക്ക് എഴുതാം. ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ ചോയ്സ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കണം? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഷോർട്ട് ചാനലാണോ, കൺസ്യൂമർ ഗുഡ്സ് ആണോ, ലോങ് ചാനലാണോ, പിന്നെ മാർക്കറ്റ് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ നോക്കണം. ദെൻ ഫോർ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് മെറിറ്റ്, മാനുഫാക്ചേഴ്സിന് മെറിറ്റ് ഉണ്ട്, കാരണം എന്താ, ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, എലിമിനേറ്റ് ചെയ്യുന്നു, മാസ് റീച്ചാണ്, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യും കമ്പനിക്ക്. കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻ കിട്ടും, മിഡിൽ മാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, സെല്ലിങ് ചെയ്യാൻ പറ്റും, നമുക്കതായത് സെല്ല് ചെയ്യണതിൻ്റെ വില കുറയ്ക്കാൻ പറ്റും. ഓക്കെ. സൊസൈറ്റിക്ക് എന്തൊക്കെ ഗുണം? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് മെയിനായിട്ട് അവർക്ക് ഗുണം. 3 കാറ്റഗറിയും പഠിക്കുക. ഡിമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ടു കോസ്റ്റ്, ഇൻഫ്ലെക്സിബിൾ, ലോ എഫക്റ്റീവ്നെസ്. ഒബ്ജെക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാലാണ് മറ്റേ സോഷ്യൽ വാല്യൂസ് എല്ലാം അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിൽ ഇടുന്നൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ. റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ: റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോർഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹേർഡ്, റൈറ്റ് ടു റിഡ്രസൽ ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഏതെങ്കിലും 6 റെസ്പോൺസിബിലിറ്റീസ്. ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ്? കൺസ്യൂമർ മസ്റ്റ് ബി അവെയർ അബൌട്ട് ദ പ്രൊഡക്റ്റ്, ഓൺലി സാനിറ്റൈസ്ഡ് ഗുഡ്സ് ആർ ടു ബൈ, ഹോണസ്റ്റ് ഇൻ യുവർ ഡീലിങ്സ്, ദെൻ അസേർട്ട് യുവർ സെൽഫ് ടു എൻഷുർ ദ ഫെയർ ഡീൽ, ആസ്ക് ഫോർ ക്യാഷ് മെമ്മോ, അതുപോലെ തന്നെ റെസ്പെക്ട് ദ എൻവയോൺമെൻറ്റ്. ദെൻ ഇതിൽ എഴുതാൻ പറ്റുന്ന വേറെ ടോപ്പിക്ക് കൺസ്യൂമർ സൊസൈറ്റീസ് എന്താ പറയുക, ക്രിയേറ്റ് ചെയ്യുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. ദെൻ റിഡ്രസൽ ഏജൻസീസ് 3 എണ്ണമാണ്: ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ. ഡിസ്ട്രിക്റ്റിലുള്ളത് അപ് ടു 20 lakh, സ്റ്റേറ്റിൽ 20 to 1 crore, നാഷണൽ എബവ് 1 crore. സോ ഇതിലിപ്പോൾ ഹെഡ് വൈസ് മാത്രമാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം യൂസ്ഫുൾ ആവുന്നത്, അതായത് പഠിച്ചു കഴിഞ്ഞ് ഓർമ്മ കിട്ടാത്തവർ. അപ്പോൾ പെട്ടെന്നൊന്ന് ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് വേണമെന്നുള്ളപ്പോൾ ഈ ഒരു PDF, ഈ ഒരു വീഡിയോ ജസ്റ്റ് വേഗം കണ്ടാൽ മതി. പിന്നെ ജയിക്കാൻ പാടുപെടുന്ന കുട്ടികളോട് പറയാനുള്ളത്, എത്രയും വേഗം ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഹെഡിങ്ങെങ്കിലും എല്ലാത്തിൻ്റെ എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്. ഓക്കെ എവരിവൺ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.